ഹലോ കിസാൻ്റെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ ബാങ്കോക്കിലെ ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള മഹാനക്കോൻ്റെ അവിടുത്തെ കാഴ്ചകളാണ്. നമ്മൾ പട്ടായയിൽ നിന്ന് മഹാനക്കോണിൽ എത്താനുള്ള കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. അതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മളിപ്പോൾ മെട്രോയിൽ നിന്നാണ് നമ്മളിപ്പോൾ വന്ന് ഇറങ്ങുന്നതെങ്കിൽ നമ്മൾ ഇതേപോലെ നേരെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ബിൽഡിംഗ് കാണാം. ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് നമ്മൾ എലിവേറ്റർ യൂസ് ചെയ്ത് നമ്മൾ താഴെ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ മഹാനക്കോൻ്റെ അവിടുത്തെ ആ ഒരു മെയിൻ ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തുന്നത്. ഇതാണ് മഹാനക്കോൻ്റെ അകത്തുള്ള എൻട്രൻസ്. ഇതിൻ്റെ അകത്ത് കയറാനുള്ള ഒരാൾക്കുള്ള എൻട്രി പാസ് വന്നിട്ട് 880 തായ് ബാത്താണ്. അല്ലെങ്കിൽ നമുക്ക് 990 ബാത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു പോപ്കോണും അല്ലെങ്കിൽ നമുക്കൊരു കോഫിയൊക്കെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് 2200 തായ് ബാത്താണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ എടുത്ത ടിക്കറ്റ് വന്നിട്ട് 990 ടിക്കറ്റാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി ഏതാണ്ട് 2200 രൂപയാവും. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറാൻ നേരത്ത് നമ്മുടെ ബാഗും നമ്മുടെ ബോഡി ചെക്കൊക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കിവിടെ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ഇവിടെ ഒരു എഫക്റ്റ് ഉണ്ട്. അതായത് നമ്മളിവിടെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോയി എല്ലാം കണ്ട് തിരിച്ച് വരുമ്പോൾ അവർ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനൊരു 500-600 തായ് ബാത്ത് നമുക്ക് കൊടുത്ത് അത് വാങ്ങിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ അത് വാങ്ങിച്ചില്ല. നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറി. പിന്നെ നമ്മൾ അവിടെ നിന്ന് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് മുകളിലെ സീലിങ്ങും നമ്മൾ നേരെ കാണുന്നതൊക്കെ മഹാനക്കോൺ സ്കൈ വാക്ക് എന്നൊക്കെ എഴുതിക്കുന്ന ഡിസ്പ്ലേ ഒക്കെ കാണുന്നതിന് നല്ല രസമുണ്ട്. നമുക്കപ്പോൾ ലിഫ്റ്റിലേക്ക് കയറാം. ഇവിടുത്തെ ലിഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് 78th ഫ്ലോറിലേക്ക് ചെല്ലാൻ വേണ്ടി ഒരു 50 സെക്കൻഡ് മാത്രമാണ് ഉള്ളത്. ഇതിനകത്ത് കയറുമ്പോഴത്തേക്ക് ഫുള്ള് അവർ LED ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഈ ലിഫ്റ്റ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് കയറി ഇത് ലിഫ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുമ്പം ഫുൾ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഈ ലിഫ്റ്റ് പോകുന്നത് 480 മീറ്റർ പെർ മിനിറ്റിലാണ് ഈ ലിഫ്റ്റിൻ്റെ ആ ഒരു സ്പീഡുള്ളത്. ഇപ്പോൾ നമ്മൾ ലിഫ്റ്റ് സ്റ്റാർട്ടായി. ആ ഒരു പോകുന്ന സ്പീഡ് കാണുമ്പോഴത്തേക്കും നമ്മളെ ചെവിയൊക്കെ ചെറുതായിട്ട് അടയുന്നുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ആ ഡിസ്പ്ലേയിൽ ആ കാഴ്ചകളും അതൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. നല്ലൊരു ക്രിയേറ്റീവ് രീതിയിലാണ് അവർ ഈ മഹാനക്കോൻ്റെ അകത്തുള്ള ആ ഡിസ്പ്ലേ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 74ാമത്തെ നിലയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടെയാണ് ഒബ്സർവേഷൻ ഡെക്ക് ഉള്ളത്. അവിടെ നിന്ന് കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് നമ്മൾ 78ാമത്തെ നമ്മുടെ സ്കൈ വാക്കിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ 74ാമത്തെ ഒബ്സർവേഷൻ ഡെക്കിലാണ്. ഒബ്സർവേഷൻ ഡെക്കിൻ്റെ അവിടെ നമ്മൾ കുറച്ച് മുമ്പിലോട്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ തായ്ലൻഡ് ബാങ്കോക്കിലെ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് അവിടെ ഫുള്ളും കാണാൻ പറ്റുന്നത്. ചുറ്റും 4 സൈഡ് നല്ല കിടില ബിൽഡിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒബ്സർവേഷൻ ഡെക്കിലാണ് നമുക്കിവിടെ സോവിനിയേഴ്സും നമുക്ക് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് ആ ഒരു കൂപ്പൺ വെച്ചിട്ട് നമുക്കതൊക്കെ ഇവിടെ നിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ 4 സൈഡ് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കിവിടെ ഇഷ്ടം പോലെ ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മഹാനക്കോണിൻ്റെ അവിടെ വരാനുള്ള ബെസ്റ്റ് ടൈമിംഗ് വന്നിട്ട് ഒരു സൺസെറ്റ് ടൈമിൽ വരികയാണെങ്കിൽ നല്ല കിടിലൻ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ടോപ്പ് ഫ്ലോറിൽ നിന്ന് സൺസെറ്റും ആ ഒരു വ്യൂ ഒക്കെ കാണാൻ തന്നെ നല്ല രസമായിരിക്കും. പക്ഷേ അതിന് ടിക്കറ്റ് റേറ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. നമ്മൾ ഡേ ടൈമിൽ ടിക്കറ്റ് എടുക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ എക്സ്പെൻസ് ആയിരിക്കും നമ്മൾ ഈവനിങ് ടൈമിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ. ഈ മഹാനക്കോൻ്റെ ടോട്ടൽ ഹൈറ്റ് വന്നിട്ട് 314 മീറ്ററാണ്. ഇതാണ് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് വാങ്ങിക്കാൻ പറ്റിയ സോവിനിയേഴ്സ്. നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ ഒരു ബോർഡ് കാണാം. ഇവിടെ നമുക്ക് നമ്മുടെ മഹാനക്കോൺ എത്രാമത്തെ ആ ഒരു ടോളസ്റ്റ് ബിൽഡിംഗ് ആണെന്നും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ നിലവിലെ ബാങ്കോക്കിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് നമ്മുടെ ഈ മഹാനക്കോൺ. ഞാൻ ഇവിടെ നിന്ന് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റാണ് ഞാൻ ഇവിടെ സോവിനിയറായിട്ട് വാങ്ങിച്ചത്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമുക്കിവിടെ സൈഡിൽ ഇരുന്ന് കഴിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങൾ നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ആ ടോപ്പ് വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് സ്കൈ വാക്കിലേക്ക് പോകാം. നമുക്ക് ഇവിടെ നിന്ന് ഇതേപോലെ നമ്മൾ എലിവേറ്ററിൽ കയറി കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ലിഫ്റ്റ് കയറിയിട്ടാണ് നമ്മൾ ഈ മഹാനക്കോൻ്റെ സ്കൈ വാക്കിലേക്ക് എത്തുന്നത്. അങ്ങനെ മഹാനക്കോൺ ബിൽഡിങ്ങിൻ്റെ അവിടുത്തെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മഹാനക്കോണിലെ 78th ഫ്ലോർ. ഇതാണ് ഇവിടുത്തെ കാഴ്ച വന്നിട്ട് ഒരു കിടില വ്യൂ ആണ്. നമുക്കിവിടെ നിൽക്കുമ്പോഴത്തേക്ക് തായ്ലൻഡിലെ ആ ഒരു ഫുൾ ലാൻഡ്സ്കേപ്പ് നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. ഇവിടുന്ന് നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് നമുക്കിവിടെ നിന്ന് കഴിച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഒരു ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ വന്നിരുന്ന ആ സൺസെറ്റൊക്കെ കാണാൻ നല്ല ഒരു കിടില ഫീലായിരിക്കും. ഇതേപോലെ നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് കോർട്ട് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുന്നത്. നമുക്കപ്പോൾ സ്കൈ വാക്കിൻ്റെ അങ്ങോട്ട് പോകും. പക്ഷേ സ്കൈ വാക്കിൻ്റെ അകത്ത് നമ്മളെ മൊബൈൽ അലൗഡ് അല്ല. വെളിയിൽ നിന്ന് ആരെങ്കിലും വീഡിയോ എടുത്ത് തരാനേ നമുക്ക് പറ്റുള്ളൂ. ഞാൻ അവിടുത്തെ സെക്യൂരിറ്റി അടുത്ത് പറഞ്ഞ് വീഡിയോ എടുത്തതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ നമ്മുടെ ഷൂവിൻ്റെ മണ്ടയിൽ കൂടെ നമ്മളൊരു തുണി പോലെ ഇട്ടിട്ടാണ് ഇതേപോലെ നടക്കാൻ. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. അവർ നല്ല രീതിയിൽ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യുന്നതാണ്.
ഇതിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമുക്കിവിടെ നിന്ന് ഇതേ കിടിലൻ ഫോട്ടോസും ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയസിലൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു കിടില ഫീലാണ്. കാരണം ഇതൊക്കെ ഈ ഗ്ലാസ് 314 അടി ഉയരത്തിലുള്ള ഗ്ലാസിൻ്റെ മുകളിലൊക്കെ നിന്നുള്ള ഒരു ഫോട്ടോയും വീഡിയോസൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് നിന്ന് ടൈം സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും നല്ലൊരു മഴക്കോൾ വന്നായിരുന്നു. അപ്പോൾ എല്ലാവരോടും പെട്ടെന്ന് താഴേക്ക് പോകാൻ പറഞ്ഞു. കാരണം നല്ല ഇടിമിന്നലുള്ള മഴ ആയതുകൊണ്ട് സെക്യൂരിറ്റി ഭാഗമായിട്ട് എല്ലാവരോടും താഴത്തെ ഡെക്കിലാണ് ഇരിക്കാൻ പറഞ്ഞത്. താഴെയുള്ള ഒബ്സർവേഷൻ ഡെക്കിൽ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങ് ദൂരെ നിന്ന് നല്ലൊരു കിടിലം മഴ വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് കാണാവുന്നതാണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് മഴ വരുന്ന കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് ആ ഒരു തായ്ലൻഡ് ബാങ്കോക്കിലെ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ട് നമുക്കവിടെ ഇരിക്കാവുന്നതാണ്. നമുക്ക് ഈ ബാങ്കോക്കിലെ മഹാനക്കോലിലേക്ക് എത്താനുള്ള എൻട്രി ടൈം വന്നിട്ട് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നമുക്കിവിടെ വരാവുന്നതാണ്. നമുക്കിവിടെ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു ഇതനുസരിച്ച് ഏതാണ്ട് ഒരു 2 to 3 മണിക്കൂറാണ് മാക്സിമം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൈം. പിന്നെ ഈവനിങ് വരുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അങ്ങനെ 3/4 മണിക്കൂറിന് മഴയ്ക്ക് ശേഷം ബാങ്കോക്കിലെ ആ ഒരു നഗര കാഴ്ചകൾ നമുക്ക് ആ ടോപ്പ് വ്യൂവിൽ നിന്ന് കാണാൻ പറ്റിയിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാങ്കോക്കിലെ ലാൻഡ്സ്കേപ്പ് കാണാൻ നല്ലൊരു കിടില വ്യൂ ആണ്. പിന്നെ ഇതിൻ്റെ നേരെ താഴെ നമുക്ക് ആ BTSൻ്റെ ആ ഒരു സ്റ്റേഷൻ കാണാം. ഈ BTS യൂസ് ചെയ്ത് നമുക്കിവിടെ മഹാനക്കോലിലേക്ക് എത്താവുന്നതാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് നമ്മൾ തിരിച്ചിറങ്ങാൻ നേരത്ത് അവർ ഇതേപോലെ നമ്മൾ ഈ ഓരോ എക്സിറ്റിനും ഓരോ ഇതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കയറി ആ ലിഫ്റ്റിലേക്ക് അതേപോലെ കയറി നമുക്ക് തിരിച്ച് പോകാവുന്നതാണ്. ലിഫ്റ്റ് താഴേക്ക് പോകുമ്പോഴും നമുക്ക് ആ ലിഫ്റ്റിൻ്റെ ആ ഒരു സ്പീഡ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നല്ല കിടില സ്പീഡിലാണ് ലിഫ്റ്റ് താഴേക്ക് പോകുന്നത്. പക്ഷേ നമുക്കത് അധികം അനുഭവപ്പെടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെവി അടയുന്ന ഒരു ഫീലാണ് ഉള്ളത്. പക്ഷേ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പെടുത്ത ഫോട്ടോസും അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഫ്രെയിം ചെയ്ത് കിട്ടുന്നതായിരിക്കും. നമുക്ക് വേണമെങ്കിൽ അത് ബൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് വേണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് നമുക്ക് പോകുന്നതാണ്. ഇവിടുന്ന് നമുക്ക് സൗവനീഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഈ കാണുന്ന ഡിസ്പ്ലേയിലാണ് നമ്മൾ മുമ്പെടുത്ത ഫോട്ടോസൊക്കെ അവർ കാണിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ തായ്ലൻഡിലെ ബാങ്കോക്കിലെ മഹാനക്കോൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ മഹാനക്കോനും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ബാങ്കോക്കിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് നിലവിൽ. അപ്പോൾ എല്ലാവരും മാക്സിമം തായ്ലൻഡിൽ വരികയാണെങ്കിൽ ഇവിടെയും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ബാങ്കോക്കിൽ നിന്ന് തിരിച്ച് നമ്മുടെ പട്ടായയിൽ നമ്മൾ മെട്രോ യൂസ് ചെയ്ത് പോകുന്ന എങ്ങനെയെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിലുള്ളത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.